നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാർ അത്ഭുതങ്ങൾ കാണിച്ച സർക്കാരാണ്. പിണറായി വിജയനെ പൊക്കി എ.കെ. ബാലൻ ഒരൊറ്റ തള്ളായിരുന്നു. അതെ, സ്വർണം ചെമ്പാക്കി. ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നേ. മലയാളി കൂട്ടത്തോടെ CPM-ന്റെ മൂട്ടിൽ തീയിട്ടു. ബാലൻ സഖാവിന്റെ നാവുപിഴയ്ക്ക് വെള്ളിടിയേറ്റ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ള ഭരണകൂടത്തെ ചിതയിലിട്ടിരിക്കുന്നു. CPM-നെ തീച്ചൂളയിൽ നിർത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശരണം വിളിക്കുന്ന സഖാക്കളുടെ നെഞ്ചത്ത് കൊണ്ട് തീയിട്ടിട്ട് ഇളിച്ചോണ്ടൊരു നിൽപ്പാണ് ബാലൻ. രണ്ടാം പിണറായി സർക്കാർ വികസനത്തിൽ അത്ഭുതം കാണിച്ച സർക്കാർ എന്ന് പറയാൻ വന്ന ബാലൻ സഖാവ് വികസനം വിഴുങ്ങിപ്പോയതാണ് പൊല്ലാപ്പായത്. അല്ലെങ്കിൽ തന്നെ ശബരിമല വിഷയത്തിൽ സഖാക്കൾ എന്ത് പ്രസ്താവന നടത്തുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് ട്രോളന്മാർ. കൃത്യമായി അവരുടെ അണ്ണാക്കിൽ ചെന്ന് കയറിക്കൊടുത്തു എ.കെ. ബാലൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊക്കിയടിക്കാൻ വന്നിട്ട് പാതാളക്കുഴിയിൽ മണ്ണിട്ട് മൂടി എ.കെ. ബാലൻ ഒരൊറ്റ പോക്കായിരുന്നു. വല്ലപ്പോഴുമേ ബാലൻ സഖാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാറുള്ളൂ. പക്ഷെ വന്നിട്ട് പോകുമ്പോൾ പിണറായിക്ക് മൂട്ടിൽ തീയിട്ടേ പോകൂ. പതിവ് തെറ്റിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഡയലോഗ് അടിച്ച് വന്നതാണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയി. രണ്ടാം പിണറായി സർക്കാർ അത്ഭുതങ്ങൾ കാണിച്ച സർക്കാരാണ്. അതിനാൽ തന്നെ LDF മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തും എന്നായിരുന്നു എ.കെ. ബാലൻ പറഞ്ഞത്. ഈ ഡയലോഗ് അടിച്ച് ബാലൻ സഖാവ് നാവ് വായിലേക്കിട്ടില്ല. പിണറായി എയറിൽ കയറി. നിമിഷ നേരം കൊണ്ടല്ലേ സ്വർണം ചെമ്പാക്കിയത്. കർത്താവ് വെള്ളം വീഞ്ഞാക്കി, പിണറായി സ്വർണം ചെമ്പാക്കി. ഇതുപോലത്തെ അത്ഭുതങ്ങൾ പിണറായിക്ക് ഒരു വീക്ക്നെസ് ആണ്. പത്മകുമാർ, വാസു, വിജയകുമാർ കൂട്ടരെ യൂദാസാക്കിയും ദൈവതുല്യരെ രക്ഷിച്ചും പിണറായി വല്ലാതെ അത്ഭുതം കാണിക്കുന്നു. തായ്ക്കണ്ടിയിൽ പിണറായി തിരുവടികളുടെ എന്തെല്ലാം അത്ഭുതങ്ങൾ 10 വർഷം കൊണ്ട് കേരളം കാണുന്നു. അയ്യപ്പനെ വരെ ചെമ്പാക്കുന്ന അത്ഭുത വിദ്യകൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും വരില്ലേ സഖാവെ അത്ഭുതങ്ങളുമായി ഈ വഴിക്ക്. ഇനി ഹൈക്കോടതി ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട് ബാലൻ സഖാവെ, അതുകൂടി കഴിഞ്ഞിട്ടേ പോകാവൂ തുടങ്ങി എ.കെ. ബാലന്റെ പിണറായി തള്ളിന് മലയാളി കമന്റ് ബോക്സിന് തീയിട്ടാണ് മറുപടി കൊടുക്കുന്നത്. ഇതിപ്പോൾ പൊക്കിയടിക്കാൻ വന്നിട്ട് നാട്ടുകാരുടെ മടലുകൊണ്ടുള്ള അടി മേടിച്ച് തരുവാണല്ലോ പൊന്നു മുത്തപ്പ എന്ന് നിലവിളിക്കുകയാണ് പിണറായി. ഇപ്പോൾ പിണറായിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഹൈക്കോടതിയുടെ വക കരണത്തടി, നാട്ടുകാരുടെ വക തെറിവിളി, അയ്യപ്പന്റെ വക ചുരുട്ടിക്കൂട്ടി താഴെയടി, ശബരിമല കൊള്ളയിൽ ഞെട്ടലോടെ ഞെട്ടൽ. എവിടെ തിരിഞ്ഞാലും മാധ്യമങ്ങൾ ശബരിമല വിഷയം ചോദിച്ച് മുഖ്യന്റെ പിരിവെട്ടിക്കുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് നാട് ഭരിക്കുന്ന ഇരട്ടച്ചങ്കൻ. അതിന്റെ കൂടെയാണ് കൂടെ നിൽക്കുന്നവന്മാരും കൂടി പിണറായിയെ എയറിൽ കയറ്റിവിടുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ജനരോഷം ആളിക്കത്തുകയാണ്. വെറി പിടിച്ച് ജനം ഈ സർക്കാരിനെ മറിച്ച് താഴെയിടാൻ കാത്തു നിൽക്കുന്നു. അവർക്ക് രോഷം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന വഴി ശബരിമല വാർത്തകൾക്ക് താഴെ വന്ന് അവരുടെ അമർഷം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് സഖാക്കൾ വാ തുറക്കുമ്പോഴേക്കും ജനം കൊത്തിപ്പറിക്കുന്നത്. മുൻപൊക്കെ വിവാദം വരുമ്പോൾ സൈബർ വെട്ടുകിളി കൂട്ടത്തെ ഇറക്കി എതിരാളികളെ കൊത്തിപ്പറിക്കുന്നത് CPM ആയിരുന്നു. ഇന്നിപ്പോൾ ജനം കൂട്ടത്തോടെ CPM-നെ കൊത്തിപ്പറിക്കുന്നു. എ.കെ. ബാലന്റെ പ്രസ്താവനയോടെ പാർട്ടി ഇപ്പോൾ നേതാക്കന്മാർക്കും അണികൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഓരോ വാക്കും സൂക്ഷിച്ചു പ്രയോഗിക്കുക എന്ന്. ശബരിമല വിഷയത്തിൽ എവിടെയും പ്രതികരിക്കാൻ നിൽക്കരുത്. വാർത്തകൾക്ക് താഴെ പോസ്റ്റ് ഇടാനോ കമന്റ് ഇടാനോ നിൽക്കരുത് എന്ന്. പരമാവധി ശബരിമല വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്ന മുന്നറിയിപ്പാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു എ.കെ. ബാലൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പലതും പറഞ്ഞത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു എ.കെ. ബാലൻ പറഞ്ഞത്. CPM-ലെ 2 ടേം വ്യവസ്ഥ അനിവാര്യ ഘട്ടങ്ങളിൽ മാറ്റും. വ്യവസ്ഥകൾ ഇരുമ്പുലക്കയല്ലെന്നും പിണറായി മത്സരിക്കുന്നത് LDF-ന് ഗുണം ചെയ്യുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ചിഹ്ന ഭിന്നമാകുമെന്നും എ.കെ. ബാലൻ മാധ്യമങ്ങളോട് കത്തിക്കയറി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നയാൾ അടുത്ത മുഖ്യമന്ത്രിയാകും. ഫലം വരുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായി അബോട്ട് ചെയ്യപ്പെടും. UDF-ന്റെ 100-ലധികം സീറ്റ് എന്ന മോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും എ.കെ. ബാലൻ പരിഹസിച്ചത്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും. അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കും. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നത്. കുളം കലക്കി മീൻ പിടിക്കാനാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നീക്കമെന്നും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് എ.കെ. ബാലൻ പറഞ്ഞിരുന്നു. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും തമ്മിലടിപ്പിക്കുന്നു. മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് KC വേണുഗോപാലിന്റെ ശ്രമമെന്നും എ.കെ. ബാലൻ പറഞ്ഞു.
വി.ഡി. സതീശനെ ഒരു ഭാഗത്തും രമേശ് ചെന്നിത്തലയെ വേറൊരു ഭാഗത്തും നിർത്തി അവസാനം സമവാക്യത്തിൽ വേണുഗോപാലാണ് ഏറ്റവും നല്ലതെന്ന് ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിച്ച് ആ നാടകം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാലാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുക. വേണുഗോപാൽ മത്സരിക്കാൻ പോകുന്നില്ല എന്നും എ.കെ. ബാലൻ പറഞ്ഞു. വർഗീയ കലാപങ്ങൾ തടഞ്ഞത് ഇടത് സർക്കാരാണ് എന്ന് എ.കെ. ബാലൻ പറഞ്ഞു. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത് പാലക്കാട് നടന്നു. RSSും ജമാഅത്തെയും പാലക്കാട് കലാപത്തിന് ശ്രമിച്ചു. അത് പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു. മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് മാറു വിരിച്ചിറങ്ങിയ നേതാവാണ് പിണറായി വിജയനെന്നും എ.കെ. ബാലൻ അങ്ങ് തള്ളിമറിച്ചു. ഇതിനും കിട്ടി മലയാളികളുടെ വായിൽ നിന്ന് ഭേഷ. വർഗീയതയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന CPMന് എന്ത് യോഗ്യതയാണ് ഇത് പറയാനെന്ന് ചോദ്യം ഉയർന്നു. ചെങ്ങന്നൂർ, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങി പലയിടത്തും SDPIയുടെ പിന്തുണയിൽ പല പഞ്ചായത്തും ഭരിക്കുന്നവരാണ് CPM. എന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ. BJPയുമായി കൈകൊടുത്ത് CJP പാർട്ടി ഉണ്ടാക്കി പ്രസ്ഥാനത്തിന്റെ കഴുക്കോൽ ഊരിയിട്ട് നിന്ന് തള്ളിയാൽ തള്ളയ്ക്ക് വിളി കേൾക്കേണ്ടി വരുമെന്നും ബാലന് മറുപടി. എ.കെ. ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസ്താവനയെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദം ഇപ്പോൾ പുകയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ജമാഅത്തെ ഇസ്ലാമിയും ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന എ.കെ. ബാലന്റെ പ്രസ്താവന അങ്ങേയറ്റം അപകടകരവും വർഗീയവുമാണെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. ഇക്കാര്യത്തിൽ CPMന്റെയും CPIയുടെയും ഔദ്യോഗിക നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെന്നും AKG സെന്റർ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. എ.കെ. ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം അറിയിച്ചിരുന്നു. എ.കെ. ബാലന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും വാർത്താ സമ്മേളനം വിളിച്ച് പ്രസ്താവന പിൻവലിക്കാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വർഗീയ ധ്രുവീകരണത്തിനാണ് CPM ശ്രമിക്കുന്നതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM ഉയർത്തിയ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യം എന്ന വിവാദ പ്രചാരണത്തിന്റെ തുടർച്ചയാണിതെന്നും അവർ വ്യക്തമാക്കി. ഇതിനിടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പിണറായിയെ പൊക്കിയടിച്ച് ഡയലോഗ് അടിച്ച എ.കെ. ബാലൻ ശബരിമല വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല. ശബരിമല എന്ന് കേട്ടതും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി. സ്വർണ്ണക്കൊള്ള CPMനെ പാതാളക്കുഴിയിൽ മൂടിയിരിക്കുകയാണ്. അകത്തായവരെ പുറത്താക്കാനോ ഇനി അകത്തേക്ക് പോകാതിരിക്കുന്നവരെ രക്ഷിക്കാനോ സർക്കാരിനോ പാർട്ടിക്കോ കെൽപ്പില്ല, അല്ല ധൈര്യമില്ല. അതാണ് സത്യം. താമസിയാതെ കടകംപള്ളിയെ തൂക്കിയെടുക്കും എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഹൈക്കോടതിക്ക് മുൻപിൽ SIT ചില രഹസ്യ രേഖകൾ എത്തിച്ചിട്ടുണ്ട്. അത് കടകംപള്ളിയുടെയും ദൈവതുല്യന്റെയും നെഞ്ചത്തേക്കുള്ള ബോംബാണെന്നാണ് അഭ്യൂഹം. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ കൊല്ലം വിജിലൻസ് കോടതി നടത്തിയ ചില പരാമർശങ്ങളും ശ്രദ്ധേയമാണ്. പത്മകുമാറിന് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാനും രേഖകൾ അട്ടിമറിക്കാനും സാധ്യതയുണ്ട് എന്നും വാദം ഉയർന്നിരുന്നു. ഇത് കോടതി അംഗീകരിച്ചു. തുടർന്നായിരുന്നു ജാമ്യ ഹർജി തള്ളിയത്. മുൻപ് പലതവണ ചോദ്യം ചെയ്തപ്പോഴും പത്മകുമാർ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. ശബരിമല പോലുള്ള പുണ്യസ്ഥലത്തെ ശ്രീകോവിലിൽ നടന്ന മോഷണം ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പത്മകുമാറിന്റെ ഭരണകാലത്ത് നടന്ന മറ്റ് ചില നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്വർണ്ണ ശുദ്ധി വരുത്തുന്ന നടപടികളെക്കുറിച്ചും അന്വേഷണം അടുത്ത ഘട്ടത്തിലാണ്. ഈ കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരും മുൻ ജീവനക്കാരും പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ പത്മകുമാറിനെതിരായ ആരോപണങ്ങൾ കൂടുതൽ ചർച്ചകളിലെത്തും. ഹൈക്കോടതിയിലും പത്മകുമാറിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്മകുമാറിന് വാതിൽപ്പാളികൾ സ്വർണം പൂശിയതാണെന്ന് കൃത്യമായ അറിവുണ്ടായിരുന്നു. ടൈപ്പിംഗ് പിശക് തിരുത്തിയതാണെന്ന അദ്ദേഹത്തിന്റെ വാദത്തിൽ കഴമ്പില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ബാധ്യത അദ്ദേഹം ലംഘിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രേഖകളിൽ വരുത്തിയ തിരുത്തലുകൾ പത്മകുമാറിന്റെ കൈപ്പടയിലാണോ എന്ന് സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തിന്റെ ഒപ്പും കൈയക്ഷരവും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ മറ്റൊരു വിവരം, സ്ഥാനം ഒഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് നടത്തിയത് 2019 കൊള്ളയുടെ തുടർച്ചയാണെന്നും SIT വ്യക്തമാക്കുന്നുണ്ട്. പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. 2019 വൻ കൊള്ള മറയ്ക്കാൻ പ്രശാന്ത് കൂട്ടുനിന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ദ്വാരപാലക പാളികളുടെ നിറം മങ്ങിയതിനാലാണ് വീണ്ടും സ്വർണം പൂശിയതെന്ന് പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. 9.7 ഗ്രാം സ്വർണം അധികം പൂശിയാണ് കഴിഞ്ഞ ഒക്ടോബർ 17
7 പാളികൾ പുനഃസ്ഥാപിച്ചതെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. നിരപരാധിത്വം വ്യക്തമാക്കാൻ പ്രശാന്ത് നിരത്തിയ ഈ തെളിവ് കുരുക്കായി എന്നാണ് സൂചന. ഓണപൂജ കഴിഞ്ഞ് നടയടച്ച സെപ്റ്റംബർ 7 രാത്രി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പാളികൾ കടത്തിയത് ദിവസങ്ങൾക്ക് ശേഷം കോടതി അറിഞ്ഞതോടെയാണ് 2019 സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. സ്വന്തം വീഴ്ച മറയ്ക്കാൻ പോറ്റിയോടൊപ്പം ചേർന്ന് പ്രശാന്ത് നടത്തിയ തന്ത്രമാണ് ഈ അധിക സ്വർണം പൂശലെന്നാണ് SITയുടെ നിഗമനം. 2023 നവംബറിൽ അധികാരത്തിൽ വന്ന പ്രശാന്ത് അധികം വൈകാതെ ദ്വാരപാലക പാളികളിൽ സ്വർണം പൂശാൻ തിടുക്കം കാട്ടി. നിലവാരം കുറഞ്ഞ സ്വർണം പൂശൽ 3 വർഷം കൊണ്ട് മങ്ങി ചെമ്പ് തെളിഞ്ഞതിനാൽ 2019 കളവ് പുറത്തുവരുമെന്ന് ഭയന്ന് ആരുടെയോ സമ്മർദ്ദത്തിലാണ് തിടുക്കത്തിൽ സ്വർണം പൂശാൻ പ്രശാന്ത് ശ്രമിച്ചത് എന്നാണ് സൂചന. സമ്മർദ്ദം ചെലുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അതോ 2019 സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ മറ്റാരെങ്കിലും ആണോ എന്നതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അടുത്ത ചോദ്യം ചെയ്യലിന് ശേഷം പ്രശാന്ത് അറസ്റ്റിലാകാനും സാധ്യതയുണ്ട്. അതായത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും കുരുക്ക് മുറുകുകയാണ്. ഒരെണ്ണം രക്ഷപ്പെടില്ല, എല്ലാവരും അകത്തു പോകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.